കോടികളുടെ തട്ടിപ്പ് നടത്തിയ മെഹുൽ ചോക്സിയെ ഇന്ത്യ അതിവിദഗ്ധമായിട്ടാണ് ബെൽജിയത്തിൽ വെച്ച് പൂട്ടിയത്. നമുക്കറിയാം, ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നത് സ്വിറ്റ്സർലൻഡിലേക്ക് രക്ഷപ്പെടാനുള്ള നീക്കമാണ് ഇന്ത്യ പൊളിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചുവടുവയ്പ്പാണ് മെഹുൽ ചോക്സിയെ പിടികൂടിയതിലൂടെ സാധ്യമായിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുവരാം ആരാണ് മെഹുൽ ചോക്സി എന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം വമ്പൻ സ്രാവാണ് മെഹുൽ ചോക്സി എന്നുള്ളതാണ്. PNB വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആ കേസിലെ പ്രതിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഏകദേശം 14,000 കോടിയിലധികം രൂപ തട്ടിയ വ്യക്തി എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയൊരു ചലഞ്ചായി മാറിയിരുന്നു. ഗൂഢാലോചനയും വിശ്വാസവഞ്ചന അടക്കം ചാർത്തപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയൊരു ചുവടുവയ്പ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗീതാഞ്ജലി ഗ്രൂപ്പുകളുടെ ഉടമ കൂടിയാണ്. അപ്പോൾ ചെറിയ വ്യക്തിയല്ല. ഇന്ത്യ ഏറെക്കാലമായി ഇന്ത്യയെ സംബന്ധിച്ചോളം മെഹുൽ ചോക്സി എവിടെയാണ് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി രാഷ്ട്രീയമായി അടക്കം രക്ഷപ്പെടാൻ സഹായിച്ചു എന്നടക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. മുങ്ങിയത് 2018 അന്ന് മുതൽ ഒരുപാട് രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ തന്നെ മെഹുൽ ചോക്സിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. നീരവ് മോദിയുടെ അനന്തരവനാണ്, പങ്കാളിയാണ്, കൂട്ടുപ്രതിയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയ ഒരു ചുവടുവയ്പ് ഉണ്ടായിരിക്കുന്നു. ഇനി ബെൽജിയത്തിന്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിൽ മറുപടികൾ വരണം. എന്താണ് ഇനി ഇന്ത്യയിലേക്ക് അടക്കം എത്തിക്കുന്നതിൽ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CBI, ED എന്നീ അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ അറസ്റ്റ് ഉണ്ടായത് എന്ന് എടുത്തു പറയേണ്ടതാണ്. ചോക്സി ഉടൻ കൈമാറണമെന്ന് ബെൽജിയത്തോട് ഇന്ത്യ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മെഹുൽ ചോക്സിയെ ഉടൻ ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി വ്യക്തമാക്കുകയും ചെയ്തു. അത് സംബന്ധിച്ചു കൂടി അറിയാം. 13,500 കോടി രൂപയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതിയായ മെഹുൽ ചോക്സി കഴിഞ്ഞ കുറച്ചു കാലമായി ബെൽജിയത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഭാര്യ പ്രീതി ചോക്സിക്കൊപ്പം ബെൽജിയത്തിലെ തുറമുഖ നഗരമായ ആന്റ്വർപ്പിൽ മെഹുൽ ചോക്സി താമസിക്കുന്നുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മെഹുൽ ചോക്സിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ ഏജൻസികൾ ബെൽജിയം സർക്കാരിന് കത്ത് നൽകിയത്. ശനിയാഴ്ചയാണ് ചോക്സിയെ ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. രക്താർബുദ ബാധിതനായതിനാൽ തനിക്ക് അടിയന്തരമായി ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മെഹുൽ ചോക്സി ബെൽജിയം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ക്യാൻസർ ചികിത്സയ്ക്കായി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനിരിക്കെയാണ് ചോക്സിയെ ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിലേക്ക് മടക്കി അയക്കുന്നതിനെയും ചോക്സി ബെൽജിയം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ഇന്ത്യ അന്വേഷിക്കുന്ന വിവാദ വ്യവസായി നീരവ് മോദിയുടെ അമ്മാവനാണ് മെഹുൽ ചോക്സി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.